കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ചൈൽഡ് കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഹിന്ദു മൈനോറിറ്റി ആൻഡ് ഗാർഡിയൻഷിപ്പ് ആക്ട് 1956 സെക്ഷൻ 6 ക്ലോസ് എ എന്നുള്ള ഒരു പോയിന്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിലെന്താ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ആദ്യം പറയാം, അതിനുശേഷം നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. The Section 6 Clause A of the Hindu Minority and Guardianship Act 1956 says the custody of a minor child who has not completed the age of 5 years shall ordinarily be with the mother. Ordinarily, the courts have been awarding custody to the mother when the age is less than 5 of a child എന്നാണ് പറയുന്നത്. എന്ന് പറയുകയാണെങ്കിൽ 1956 ഹിന്ദു മൈനോറിറ്റി ആൻഡ് ഗാർഡിയൻഷിപ്പ് ആക്ടിലെ സെക്ഷൻ 6 ക്ലോസ് എയിൽ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കുട്ടി എന്ന് പറയണത് ഏകദേശം ഒരു 5 വയസ്സ് കംപ്ലീറ്റ് ആവാത്ത ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ കസ്റ്റഡി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ആർക്ക് തന്നെയായിരിക്കും, അമ്മയ്ക്ക് തന്നെയായിരിക്കും എന്നാണ് പറയുന്നത്. സാധാരണഗതിയിൽ എക്സെപ്ഷൻ കേസുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, പെർമനന്റ് കസ്റ്റഡിയിലും അതുപോലെ തന്നെ ഇൻട്രീം കസ്റ്റഡിയിലൊക്കെ എക്സെപ്ഷൻസ് വരുന്നുണ്ട്. അതെന്താണെന്നുള്ളത് നമ്മൾ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ്, ഓർഡിനറിലി ദ കോർട്ട്സ് ഹാവ് ബീൻ അവാർഡിങ് കസ്റ്റഡി ടു ദി മദർ വെൻ ദ ഏജ് ഈസ് ലെസ് ദാൻ 5 ഓഫ് എ ചൈൽഡ്. അപ്പോൾ ഏതെങ്കിലും സിറ്റുവേഷനിൽ 5 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി എന്ന് പറയുന്നത് അച്ഛൻ്റെ കൂടെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ കോടതി എന്ത് ചെയ്യും, ആ കസ്റ്റഡി എന്ന് പറയുന്നത് അമ്മയ്ക്കായിരിക്കും സാധാരണ കൊടുക്കുവാനായിട്ടുള്ള സാധ്യത ജനറലായിട്ട് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. ക്ലിയർ ആയില്ലേ? സോ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.